വലിയൊരു മാഷിന്റെ കൂടെ 2 കുട്ടികൾ താമസിച്ച് പഠിച്ചിരുന്നു. അപ്പൊ പഠനമൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ വീടുകളിലേക്ക് തിരിച്ചു പോവാ. അപ്പൊ മാഷ് അവർക്ക് 2 ആളുകൾക്കും ഒരു പരീക്ഷ കൊടുത്തു. മാഷ് 2 ആളുടെ കയ്യിലും ഓരോ രൂപയുടെ നാണയം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ 1 രൂപയ്ക്ക് എന്താണോ കിട്ടുന്നത് അതുകൊണ്ട് നിങ്ങളുടെ റൂം നിറക്കണം എന്ന് പറഞ്ഞു. 2 ആളുകൾക്ക് ഓരോ റൂമുണ്ട്. ആ റൂം നിറയെ സാധനങ്ങൾ വേണം. പക്ഷെ ആകെ അത് വാങ്ങാനുള്ള പണം 1 രൂപയാണ്. അപ്പൊ 2 ആളും ആലോചിക്കുകയാണ് എന്ത് ചെയ്യണം. ആദ്യത്തെ ആള് അങ്ങാടിയിൽ പോയിട്ട് കുറെ മാലിന്യങ്ങളാണ് വാങ്ങിയത്. പൈസ ചെലവാകേണ്ട കാര്യം പോലും ഇല്ല. 1 രൂപയുടെ ചെലവില്ലാതെ കുറെ കവറുകളും മാലിന്യങ്ങളും വേസ്റ്റും ഒക്കെ കൊണ്ടുവന്നിട്ട് റൂം നിറക്കാനല്ലേ മാഷ് പറഞ്ഞുള്ളൂ. അയാൾ റൂം നിറച്ച്. മാഷ് ഈ പരീക്ഷകള് അവരെങ്ങനെ പാസ്സായി എന്നറിയാൻ വേണ്ടിയിട്ട് 2 ആളുകളുടെ ഈ റൂം പരിശോധിക്കാൻ വേണ്ടി വരിക. ആദ്യത്തെ റൂമിന്റെ വാതിൽ തുറന്നപ്പോഴേക്ക് മാഷിന് അതിന്റെ അകത്തേക്ക് കയറാൻ കഴിയണില്ല, ദുർഗന്ധം കൊണ്ട്. 2ാമത്തെ റൂമിലേക്ക് മാഷ് ഇങ്ങനെ കടന്നു ചെന്നപ്പോ ആ റൂം നിറയെ ഉണ്ട്. 1 രൂപ കൊണ്ട് വാങ്ങാൻ പറ്റിയ സാധനം കൊണ്ട് ആ റൂം അയാൾ നിറച്ചിട്ടുണ്ട്. പക്ഷെ അയാൾ 2 സാധനങ്ങളെ വാങ്ങിയിട്ടുള്ളൂ. ഒന്നൊരു മെഴുകുതിരിയാണ്, ഒന്നൊരു ചന്ദനത്തിരിയാണ്. റൂം നിറയെ വെളിച്ചം നിറഞ്ഞു, റൂം നിറയെ സുഗന്ധവും നിറഞ്ഞു. കയ്യിൽ കിട്ടിയ ആ 1 രൂപയില്ലേ, ആ 1 രൂപയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ആയുസ്. എല്ലാ മനുഷ്യന്റെ കയ്യിലും ഈശ്വരൻ ഇതുപോലെ 1 രൂപ കൊടുത്തിട്ടുണ്ട്. ചിലര് ആ ആയുസ് കൊണ്ട് നിറക്കുന്നത് ആദ്യത്തെ ആള് നിറച്ചതുപോലെ ആയിരിക്കും. ചിലര് ആ ആയുസ് കൊണ്ട് അടരാടി തീർക്കുന്നത് 2ാമത്തെ ആള് ചെയ്തതുപോലെ.